നയനസ്തംഭനം. ഏതാനും ദിവസങ്ങളായി കണ്ണു വല്ലാതെ ചൊറിയുകയാണ്. അതൊരു കണ്ണുകടിയാണെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ അസ്വസ്ഥത കൂടിയപ്പോൾ നാട്ടിലെ കേളപ്പൻ വൈദ്യരെ ഒന്ന് ചെന്ന് കാണിച്ചു കളയാമെന്ന് തീരുമാനിച്ചാണ് പോയത്. സ്വതസിദ്ധമായ നർമ്മരസത്തിൽ വൈദ്യരും ആദ്യം കളിയാക്കി. പോട്ടെന്ന്, ചെറിയൊരു കണ്ണുകടിയല്ലേ, സാരല്യാന്ന്. പക്ഷേ പിന്നീട് വളരെ ഗൗരവത്തിൽ തന്നെ പരിശോധന നടത്തി. വൈദ്യരാണ് നല്ലൊരു വിദഗ്ധനെ കാണിക്കുന്നതായിരിക്കും ഉചിതമെന്ന് പറഞ്ഞത്. വീട്ടുകാരി കൂടെ വരാമെന്ന് പറഞ്ഞിട്ടും ഒറ്റയ്ക്ക് തന്നെ പട്ടണത്തിലെ പേരുള്ള കണ്ണുരോഗ വിദഗ്ധന്റെ വീട്ടിലെ പരിശോധനാ മുറിക്ക് മുമ്പിലെത്തി. വളഞ്ഞ് കൊക്ക പോലെയുള്ള പുറത്തെ എഴുത്തുകാരിയുടെ മുമ്പാകെ പേരും നാളും കുറിപ്പിച്ച് ടോക്കണും വാങ്ങി കാത്തിരിക്കാൻ തുടങ്ങി. ഈ കൂട്ടത്തിൽ തന്നെ പോലെ കണ്ണുകടിയുള്ളവർ ആരെങ്കിലും ഉണ്ടാവുമോ ആവോ, ആർക്കറിയാം. വെറുതെ ചിന്തിച്ചു. ഊഴം കാത്തു പുറത്തിരിക്കുന്നവർ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാനില്ലാത്തത് കൊണ്ടാവാം അകത്തിരിക്കുന്ന ഡോക്ടറുടെ നിലവിലുള്ള പേരും പെരുമയും പുകഴ്ത്തുന്ന വർത്തമാനങ്ങളിൽ ഏർപ്പെട്ടു. ഊഴം വന്നപ്പോൾ താൻ തൊട്ടടുത്താണെന്നറിഞ്ഞിട്ടും കോടതിയിൽ കേസ് വിളിക്കുന്ന ബെഞ്ച് ക്ലാർക്കിനെ പോലെ എഴുത്തുകാരി പെണ്ണ് അലറി വിളിക്കാൻ തുടങ്ങി. മാദേവൻ 65, മാദേവൻ 65. പെണ്ണിനോട് ചിലക്കാതിരിക്കാൻ പറയണമെന്ന് കരുതിയിരുന്നതാണെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു. ഡോക്ടറുടെ മുറിയുടെ വാതിലിൽ ഫീസ് 400 രൂപ എന്ന് വലിയ ലിപിയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. രോഗം കണ്ണിനാണല്ലോ, കാണാതെ പോകരുതല്ലോ. കറങ്ങുന്ന കസാരയിൽ ഇരുന്ന ഡോക്ടർ പല്ല് പുറത്ത് കാണിക്കാതെ ഒന്ന് ചിരിച്ചു. പിന്നാലെ തൻ്റെ തല കയ്യിലെടുത്തു. കണ്ണ് ഗോലി കയ്യിലിട്ട് കറക്കുന്നത് പോലെ കറക്കി. എന്നിട്ട് ലക്ഷണങ്ങളും അനുഭവപ്പെടലുകളും ചോദിക്കാൻ തുടങ്ങി. സ്വന്തം കണ്ണിൻ്റെ കഥ മുഴുവൻ ഡോക്ടറോട് പറഞ്ഞിട്ടും അങ്ങേർക്ക് മനസ്സ് നിറയുന്നില്ല. അതൊന്നുമല്ല, നിങ്ങൾ സംഭവിച്ചതെല്ലാം പറയൂ മിസ്റ്റർ. നിങ്ങളുടെ കണ്ണിന് വല്ലാതെ ഷോക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും, പ്രത്യേകിച്ച് വല്ലതും? ആയിരിക്കട്ടെ, താങ്കളുടെ ജോലി എന്താണ്? വിശേഷിച്ച് ജോലിയൊന്നുമില്ല സാർ. രാവിലെ 3-4 പത്രങ്ങൾ വായിക്കും. പിന്നെ ന്യൂസ് ചാനലുകളിൽ വാർത്തകൾ കാണും. അതിലൊക്കെ കണ്ണിനും കാതിനും നല്ല സുഖമുള്ള സംഭവങ്ങളാണല്ലോ. ഇനി അങ്ങനെ വല്ലതുമായിരിക്കുമോ സാർ? തൻ്റെ മറുപടി ഡോക്ടർക്ക് പിടിച്ചില്ല. നിങ്ങളെന്താണ് ആളെ കളിയാക്കുകയാണോ? തൻ്റെ കണ്ണിൻ്റെ അസുഖം ഡോക്ടർക്കും പിടികിട്ടിയില്ലെന്ന് മാധവന് മനസ്സിലായി. മിസ്റ്റർ മാധവൻ, നിങ്ങളുടെ കണ്ണ് വല്ലാത്തൊരവസ്ഥയിലാണ്. സാർ, സയൻസിൽ ഈ രോഗത്തിന് നിങ്ങൾ പല പേരും പറയുമായിരിക്കും. എന്നാലും നാടൻ ഭാഷയിൽ എന്തെങ്കിലും ഒരു പേരുണ്ടാവില്ലേ? അതേ മിസ്റ്റർ മാധവൻ, ഒരുതരം ഷോക്കിലുണ്ടായ, എന്താ പറയുക സാർ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഹൃദയസ്തംഭനം പോലെ. മാധവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പായി ഡോക്ടർ പറഞ്ഞു, അതേ മിസ്റ്റർ മാധവൻ, ദാറ്റ്സ് യു സെഡ് ഇറ്റ്. ഡോക്ടർ ആദ്യമായി പല്ല് പുറത്ത് കാട്ടി വെളിക്കെ ചിരിച്ചു. സാരമില്ല, നമുക്ക് നോക്കാം. ഡോണ്ട് വറി, മരുന്നിനും ഓയിൻമെൻറ്റിനും കുറിക്കാം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നോക്കാം. വേണമെന്നില്ല സാർ. 400 രൂപ ഫീസും കൊടുത്ത് ഡോക്ടറുടെ ചീട്ട് വാങ്ങാതെ മാധവൻ പുറത്തിറങ്ങി. നഗരത്തിൻ്റെ തിരക്കിൽ അലിയുന്നതിനിടെ അവൻ പിറുപിറുത്തു, ഈശ്വര, ഇതായിരിക്കുമോ നയനസ്തംഭനം?